വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തുന്നത് പോലീസിലെ ഉന്നതരോ? ശ്രീ ആന്റണി രാജു, ഗൗരവമായ ഒരു പരാതിയല്ലേ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് DGPക്ക് നൽകിയിരിക്കുന്നത്? ഇതിൽ DGP ഇന്ന് നൽകിയ വിശദീകരണം തൃപ്തികരമാണോ? 3 ദിവസമായി ഈ പരാതി നൽകിയിട്ട് പക്ഷേ DGP ഇതുവരെ ആ പരാതി വായിച്ചു നോക്കിയിട്ട് പോലുമില്ല. വിജിലൻസ് മേധാവി ശ്രീ ജേക്കബ് തോമസ് ഇന്ന് നൽകിയെന്ന് പറയുന്ന പരാതിയുടെ വാർത്ത വളരെ ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. കാരണം അതീവ ഗൗരവമുള്ളതാണ്. കാരണം ഒരു വിജിലൻസ് പോലെയുള്ള ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന DGPയുടെ നിസ്സഹായാവസ്ഥയെ വെളിപ്പെടുത്തുന്നതാണ് ഈ കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. കാരണം നമ്മുടെ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇതിനു മുമ്പ് ഒരു DGP അദ്ദേഹത്തിൻ്റെ ഫോൺ ചോർത്തുന്നുള്ളൊരു ആക്ഷേപം ഒരു പരാതിയായി ഇതുവരെ കൊടുത്തതായി നമ്മൾ കേട്ടിട്ടില്ല. വളരെ പ്രധാനമുള്ള മന്ത്രിമാർ, മുൻമന്ത്രിമാർ, മുൻ മുഖ്യമന്ത്രിമാർ, DGP തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള അന്വേഷണം പോലും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു ചോർത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അടിയന്തരമായി ഗവൺമെൻറ് വളരെ ഗൗരവത്തോടെ എടുത്തതിന് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പല കേസുകളും, പ്രബലമായ പല കേസുകളും അട്ടിമറിക്കപ്പെടുമെന്നുള്ളതാണ് വസ്തുത. നമുക്കറിയാം, ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട് അനുസരിച്ചും IT ആക്ട് അനുസരിച്ചുമൊക്കെ നിയമപരമായി ഈ ഫോൺ ചോർത്താനുള്ള അധികാരം ഒരു വിഭാഗത്തിനുണ്ട്. പക്ഷേ അതൊരു DGP പോലുള്ള ഉന്നതനായ ഒരു കേസ് അന്വേഷിക്കുന്ന തലപ്പത്തിരിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് അഴിമതിയുടെ കാര്യത്തിൽ വളരെ കർശനമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനെ ഭരിക്കുമ്പോൾ DGP പോലുള്ള ഒരാളുടെ ഫോൺ ചോർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വിജിലൻസ് രഹസ്യ സ്വഭാവത്തിൽ ഒരു അന്വേഷണം നടക്കില്ല. മാത്രമല്ല, അതിനേക്കാളും പ്രധാനം ഈ വാർത്ത പുറത്തു വന്നത് തന്നെ ഇതിനകത്ത് IPS ഉദ്യോഗസ്ഥന്മാരുടെയുള്ള രൂക്ഷമായ ചേരിപ്പോരുണ്ടോ എന്നുള്ള സംശയം ജനങ്ങളിൽ ഉളവാക്കുകയാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത് ആഭ്യന്തര വകുപ്പിനെ പോലും പ്രതിക്കൂട്ട് നിർത്താനാണ് പലരും ശ്രമിക്കുന്നത്. ഇങ്ങനെ തന്നെ ഒരു DGPക്ക് ശ്രീ ജേക്കബ് തോമസ് നല്ല ഉദ്യോഗസ്ഥനാണ്, സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ്. വളരെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത്. ഗവൺമെൻറ്റും അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ് വളരെ പ്രതീക്ഷയോടെയാണ് ജേക്കബ് തോമസിനെ ഈ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇനി അഥവാ ഇങ്ങനെ ഒരു ഫോൺ ചോർത്തൽ ഉണ്ടായെങ്കിൽ പോലും ഇങ്ങനെയൊരു വാർത്ത പുറത്തു വരാൻ പാടില്ലായിരുന്നു. എത്രയോ DGP തലത്തിൽ ചർച്ച ചെയ്ത് രഹസ്യ സ്വഭാവത്തിൽ അന്വേഷിച്ച് കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തി അവരുടെ പേരിൽ നടപടിയെടുക്കുന്നതിന് പകരം ഇത്തരമൊരു വാർത്ത ചോർന്നത് തന്നെ അത് ആർക്കും ഭൂഷണമല്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരികയാണ്. പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ആയുധങ്ങൾ, വടികൾ പലരും കൊടുക്കുകയാണ്. ഇതൊട്ടും ശരിയായ നടപടിയായില്ല. അല്ല, ഇങ്ങനൊരു വടി കൊടുത്തത് പ്രതിപക്ഷം എന്തായാലും ഈ വടി ഉപയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ നിയമസഭാ സമ്മേളനം വീണ്ടും തുടങ്ങുമ്പോൾ ഇങ്ങനെയൊരു വടി കൊടുത്തത് വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് എന്ന ആരോപണമാണോ താങ്കൾ ഉന്നയിക്കുന്നത്? അതോ പോലീസ് തലപ്പത്തെ ചേരിപ്പോരാണോ ഇങ്ങനെയുള്ള വാർത്ത പുറത്തു വരാൻ കാരണമായത് എന്നത്? ഇത് മാത്രമല്ല, പോലീസിൽ നിന്ന് മാത്രമല്ലല്ലോ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ നീക്കങ്ങൾ നടക്കുന്നത്. പല ഉന്നത രാഷ്ട്രീയ നേതാക്കളും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിലാണ്, അത് UDF-ലായാലും LDF-ലായാലും. അപ്പോൾ പോലീസിൽ നിന്ന് മാത്രമായിരിക്കില്ല ഡയറക്ടർക്കെതിരെയുള്ള ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഈ വാർത്ത ചോർത്തിയത് ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ചോർത്തൽ, ഫോൺ ചോർത്തൽ DGPയുടെ നടന്നിട്ടുണ്ടെങ്കിൽ DGP അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ സ്ഥിരീകരണം ഔദ്യോഗികമായി വന്നിട്ടില്ല. ആ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അല്ല, അത് വിജിലൻസ് ഡയറക്ടർ അല്ല സ്ഥിരീകരിക്കേണ്ടത്. പരാതി കിട്ടിയ DGP സ്ഥിരീകരിച്ചോ? ഇങ്ങനെ ഒരു പരാതി തന്റെ ഓഫീസിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആ പരാതി പരിശോധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ശ്രീ CR നീലകണ്ഠൻ, DGP ഇന്ന് നൽകിയ വിശദീകരണം തൃപ്തികരമാണോ? അദ്ദേഹം പറയുകയാണ്, നിയമപരമായി ഫോൺ ചോർത്തുന്നതിന്റെ സാധ്യതകൾ അങ്ങനെയും ഉണ്ടല്ലോ. സുപ്രീം കോടതി മാനദണ്ഡം അനുസരിച്ച് നിയമപരമായും ഫോൺ ചോർത്താം. പക്ഷേ അത് അത്ര ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ, തീവ്രവാദികളുടെയൊക്കെ ഫോൺ ചോർത്തുന്ന കാര്യം. ഇക്കാര്യം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിയമപരമായും ഫോൺ ചോർത്താമെന്ന്. അപ്പോൾ നിയമപരമല്ലാതെ DGP കൂടിയായ വിജിലൻസ് ഡയറക്ടറുടെ ഫോൺ ചോർത്തിയിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണോ ലോക്നാഥ് ബെഹ്റ ഇന്ന് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഫോൺ ചോർത്തൽ നടന്നിട്ടുണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ, ഇന്ത്യൻ ടെലഗ്രാഫ് ആക്ട്, IT ആക്ട്, ടെലഗ്രാഫ് ആക്ടിൻ്റെ 5(2) അല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ട് രാജേന്ദ്ര സച്ചാർ PUCL നൽകിയ കേസ്, നാഗശ്രീ കേസ്, മേനകാ ഗാന്ധി കേസ്, ഇതെല്ലാം അനുസരിച്ച് ടെലിഫോൺ ചോർത്തുക
റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്ന റൈറ്റ് ടു പ്രൈവസിയുടെ ലംഘനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൃത്യമായ നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്ന ഭരണഘടനയുടെ പറയാനുള്ള അവകാശത്തിൻ്റെ കൂടി ലംഘനമാണ് എന്നും ഇതിൽ വിധി വന്നിട്ടുണ്ട്. കൃത്യമായ ചട്ടങ്ങളുണ്ട്. 19(1), 19(2) എന്ന് പറയുന്ന ഭരണഘടനാനുച്ഛേദത്തിൽ പറയുന്ന പോലെ നേരത്തെ മഞ്ജുഷ് പറഞ്ഞ ദേശീയ സുരക്ഷ, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം, അങ്ങനെയുള്ള സോവറിനിറ്റി, ഇതൊന്നും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള സാധ്യത, ഇതൊന്നും ജേക്കബ് തോമസിൻ്റെ ഭാഗത്തുള്ളതായി ഒരാൾക്കും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിയമപരമായി അതിന് സാധ്യമല്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യം, IG-ക്ക് അടിയന്തരമായി വേണമെങ്കിൽ ചെയ്യാം. IG എന്ത് കാര്യത്തിന് ചെയ്യണം? IG-ക്ക് ആരുടെയും ഫോൺ ടാപ്പ് ചെയ്യാം, 3 ദിവസത്തിനകത്ത് റാറ്റിഫൈ ചെയ്താൽ മതി. ആരുടെ ഫോണാണ് IG-ക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുക? എന്തിനാണ് ഒരു IG ഫോൺ ടാപ്പ് ചെയ്യുന്നത്? അത് റെഗുലറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ നിയമം വിധേയമായി ചെയ്ത ഒരു കാര്യം അപ്പം എനിക്ക് സാങ്ഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് റാറ്റിഫൈ ചെയ്യുന്നത്. പക്ഷേ IG-ക്ക് ചെയ്യണമെങ്കിലും ഈ ഫോൺ ചോർത്തപ്പെടുന്നയാൾ ആരുടെ ഫോണാണോ ചോർത്തേണ്ടത്, അല്ലെങ്കിൽ ആരുടെ ഫോണിന്റെ വിവരങ്ങളാണോ എടുക്കേണ്ടത്, ഏതെല്ലാം കോൾ ലിസ്റ്റുകളാണോ എടുക്കേണ്ടത്, ആ ആൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതിയെങ്കിലും ആയിരിക്കേണ്ടേ. അല്ലാത്ത ഒരാളുടെ ഫോൺ IG-ക്ക് ചോർത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞ് റിപ്പോർട്ട് നൽകിയാൽ മതി എന്നുണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. 3 ദിവസം എന്ന കിഴിവ് കൊടുത്തിട്ടുള്ളത് സംശയിക്കപ്പെടുന്ന ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരാൾ സംശയിക്കപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 19(2) ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ഏതെങ്കിലും കാരണം എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ചെയ്യാം, അത് തടയാൻ. ഇതൊന്നും DGPയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പറയാൻ തെളിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ടാപ്പിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധം തന്നെയാണ് എന്ന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഏത് അധികാരിയാണെങ്കിലും. ഇനി അത് നിയമവിധേയമാകണമെങ്കിൽ അതിന് ഹോം സെക്രട്ടറിയുടെ അനുമതി വേണം, അതിനൊരു പക്ഷേ ഹോം മിനിസ്റ്ററുടെ മൗന സമ്മതമെങ്കിലും വേണം. അങ്ങനെയല്ലാതെ ചെയ്യാൻ കഴിയില്ല. അല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇത് നിയമവിരുദ്ധമാണ്. നേരത്തെ ആന്റണി രാജു പറഞ്ഞതുപോലെ എന്തിനാണ് DGPയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിക്കെന്ന് മനസ്സിലാവും എന്തിനാണെന്ന്. ആരൊക്കെയാണ് അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി നിരന്ന് നിൽക്കുന്നത്, എന്ത് കാരണമാവട്ടെ, എന്തോ ആവട്ടെ, അദ്ദേഹം അന്വേഷണം ശരിയാവട്ടെ തെറ്റാവട്ടെ, അദ്ദേഹത്തിൻ്റെ അന്വേഷണ ലിസ്റ്റിൽ ആ റഡാറിൻ്റെ റേഞ്ചിൽ വലിയ വലിയ മീനുകളുണ്ട്. ആ മീനുകൾ അധികാരമുള്ളവരാണ്. അത് ഭരണപക്ഷത്ത് ഉണ്ടോ എന്നിപ്പോൾ നമുക്കറിയില്ല. എന്തായാലും പ്രതിപക്ഷത്തുണ്ട്, സിവിൽ സർവീസിനകത്തുണ്ട്, പോലീസ് സർവീസിനകത്തുണ്ട്. അത്രയുള്ള സാഹചര്യത്തിൽ ഇത് നടക്കാം. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഒരു എക്സ്ക്യൂസും കൂടിയുണ്ട്, ടെക്നോളജി സാധ്യമാണ്, ആർക്കും ചെയ്യാം. അങ്ങനെ ഒരു പുറത്തുള്ള ഒരാളാണ് ഇത് ചെയ്തിട്ടില്ലെന്ന് വയ്ക്കുക, വാദത്തിന് വേണ്ടി, പോലീസേ അല്ല, പോലീസിന് വേണ്ടി വേറൊരാൾ ഇത് ചെയ്തു കൊടുത്തു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടെത്തിയാൽ അയാൾ ശിക്ഷിക്കണം. എന്തിനു വേണ്ടി? ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ ഫോൺ ടൈപ്പ് ചെയ്തിട്ട് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന് ഒരു കാര്യമില്ല, എനിക്കൊരു കാര്യമില്ല. ജേക്കബ് തോമസ് ആരോട് സംസാരിച്ചാലും എനിക്കെന്താ? മറിച്ച് അതിൽ താല്പര്യമുള്ളവരാരാണ്? ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. അത് കണ്ടെത്തൽ ഇദ്ദേഹത്തിൻ്റെ ജോലിയാണ്. ഇവിടെ എനിക്ക് ലോക്നാഥ് ബെഹ്റ പറഞ്ഞതിനോട് ഒരു വിയോജിപ്പുള്ളത്, രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയണ്ട, നിയമവിരുദ്ധമായി ഫോൺ ചെയ്തു എന്ന് പറയാം. നിയമവിധേയമായി ഫോൺ ടൈപ്പ് ചെയ്യാൻ അവസരമില്ലാത്തത് കൊണ്ട് ഇത് നിയമവിരുദ്ധം തന്നെയാണെന്ന് പറയാൻ ലോക്നാഥ് ബെഹ്റയ്ക്ക് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യവും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഈ വളരെ ഗൗരവമായി തന്നെയാണ് എല്ലാവരും കാണുന്നത് ഫോൺ ചോർത്തൽ പരാതിയെ. പക്ഷേ ഇതുവരെ DGP ആ പരാതി ഒന്ന് വായിച്ചു നോക്കുവാൻ പോലും മിനക്കെട്ടിട്ടില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് വരട്ടെ, അപ്പോൾ വായിച്ചു നോക്കാമെന്നാണ് പറയുന്നത്. 3 ദിവസമായി ഈ പരാതി DGPക്ക് കൊടുത്തുവിട്ടിട്ട് വിജിലൻസ് ഡയറക്ടർ. മഞ്ജുഷ, ഇതൊരു ആശങ്ക തീർച്ചയായിട്ടും ഗൗരവമുള്ളത് തന്നെയാണ്. ആൻഡ് രാജുവും ബഹുമാനപ്പെട്ട CR നീലകണ്ഠനൊക്കെ പങ്കുവയ്ക്കുന്ന ആശങ്ക അത് ഗുരുതരം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഡോക്ടർ ജേക്കബ് തോമസിൻ്റെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ടാപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കേരള പോലീസിനുണ്ടോ? അങ്ങനെ ടാപ്പ് ചെയ്യണമെങ്കിൽ അതിന് അനുവാദം വേണമോ? അങ്ങനെ അനുവാദം വേണമെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടോ? മഞ്ജുഷ് എന്നെ ഉച്ചയ്ക്ക് വിളിച്ചു, ഞാൻ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. എൻ്റെ അറിവിൽ ടാപ്പ് ചെയ്യാൻ പറ്റുകയില്ല. ജേക്കബ് തോമസ് അദ്ദേഹം പോലീസിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ ശുദ്ധമായ ഭാഷയിൽ പറഞ്ഞാൽ തെറ്റാണ്, നിലനിൽക്കുന്നതല്ല. സാങ്കേതികവിദ്യയുണ്ട്, അത് DGP തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യ അനന്ത സാധ്യതകളുണ്ട്. മഞ്ജുഷേ, സാങ്കേതികവിദ്യ എന്തിനാണ്?
ഒരു ക്രിമിനലിനെ പിടിക്കാൻ ടാപ്പ് ചെയ്യണം, അത് ഹോം സെക്രട്ടറി എഴുതി കൊടുക്കണം. അല്ല, അത് നിയമപരമായ കാര്യം. നിയമപരമായിട്ട് ഇത് നിയമപരമല്ല. ചോർത്താൻ വകുപ്പുണ്ട്. ആനന്ദ് രാജു, ഞാൻ പറയട്ടെ, ഇതിങ്ങനെ നോക്കുമ്പോൾ ചോർത്തുക എന്നുള്ളതല്ല, ആഭ്യന്തര സെക്രട്ടറിക്ക് എഴുതി കൊടുക്കുക, എനിക്ക് ഇന്ന ആളിൻ്റെ നമ്പർ വേണം, എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആഭ്യന്തര സെക്രട്ടറി അനുവദിച്ചു കഴിഞ്ഞാൽ ആ സർവീസ് പ്രൊവൈഡറുണ്ട്, BSNL എങ്കിൽ BSNL, വോഡാഫോൺ എങ്കിൽ വോഡാഫോൺ, അവർക്കാണ് കത്തെഴുതുന്നത്. അവർ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനേക്ക് ഈ ഫോൺ, നമ്മുടെ ഫോണെങ്കിൽ നമ്മുടെ ഫോൺ കണക്ട് ചെയ്ത് കൊടുക്കും, റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു സർവീസ് പ്രൊവൈഡറും അങ്ങനെ ഒരു പോലീസ് ഒരു SIയുടെ പോലും, ഇപ്പം ഉണ്ടല്ലോ കേരള പോലീസ് നമ്പറുകൾ പ്രത്യേകമാണ്, ആർക്കും അറിയാവുന്ന നമ്പറാണ്. നമ്മുടെയൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ പ്രത്യേക നമ്പറാണ്, പ്രത്യേക സീരിയസ് ഉള്ള നമ്പറാണ്. ആ നമ്പര് ടാപ്പ് ചെയ്യണമെങ്കിൽ DGP എഴുതി കൊടുക്കണം, വേറെ ഒരു IG എഴുതി കൊടുത്താലും പറ്റില്ല. നിയമപരമായ കാര്യങ്ങളാണല്ലോ, നിയമത്തിന് അല്ലല്ല മഞ്ജുഷേ, ഇത് നിയമപരമായിട്ടേ നടക്കുള്ളൂ. നിയമപരമായിട്ടല്ലാതെ എവിടെയാണ് നടക്കുക? ഞാനിപ്പോ എന്റെ അറിവ് വെച്ചിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ TK ജോസ് എന്ന് പറയുന്ന പഴയ IG ഇരിക്കുമ്പോൾ ചോർത്തിയതായിട്ട് പുറത്തു വന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു, അത് കീറിക്കളയുകയും ചെയ്തല്ലോ. ശ്രീ വി വി രാജേഷ്, പുറത്തുനിന്ന് ഒരാൾ വന്ന് DGPയും വിജിലൻസ് ഡയറക്ടറുമായ ജേക്കബ് തോമസിന്റെ ഫോൺ ചോർത്തിക്കൊണ്ടുപോയി ആ വിവരങ്ങളെല്ലാം എടുത്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മഞ്ജുഷേ, ഇവിടെ ഫോൺ ചോർത്തൽ നടന്നു. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് ജോർജ് അവർ പറഞ്ഞത് നിയമപരമായി ഫോൺ ചോർത്തുന്നതിൻ്റെ നിയമപരമായ വശത്തെക്കുറിച്ചാണ്. ഇത് ബ്രിട്ടീഷ് ആക്റ്റാണ്, 1885 ആക്റ്റാണ്, ഒരു 3 തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സെക്ഷൻ 5(2) അനുസരിച്ച് ഒരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിലും മറ്റൊരു തരത്തിലും അന്വേഷണം നടത്താൻ സാധിക്കാത്ത അവസരത്തിലും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് DGPയോട് ആവശ്യപ്പെടാം. DGPക്കോ ഇൻ്റലിജൻസ് ADGPക്കോ ഹോം സെക്രട്ടറിക്ക് എഴുതാം. ഹോം സെക്രട്ടറി ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കഴിഞ്ഞാൽ 60 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് ഫോൺ ചോർത്താം. അല്ലെങ്കിൽ നേരത്തെ ഇവിടെ DGP ശ്രീ ലോക്നാഥ് ബെഹ്റ പറഞ്ഞതുപോലെ IG റാങ്കിലുള്ള ഏതൊരു ഉദ്യോഗസ്ഥനും ഫോൺ ചോർത്താം, 3 ദിവസം കഴിഞ്ഞ് റാറ്റിഫൈ ചെയ്താൽ മതി. ഇതാണ് നിയമപരമായ വശം. ഇതൊക്കെ ചെയ്യുന്നത് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ വഴിയാണ് താഴേക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ജേക്കബ് ജോർജ് അവർ പറഞ്ഞതുപോലെയാണ് നിയമവശമെങ്കിലും ജേക്കബ് തോമസിൻ്റെ ഫോൺ ചോർത്തി. ഇത് ജേക്കബ് തോമസ് എങ്ങനെയാണ് അറിഞ്ഞത്? ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് ഇൻ്റലിജൻസ് ADGP ആണ് ഇതിന് മേൽനോട്ടം നൽകിയിരുന്നത്. ഒരു DYSPയെയാണ് ഇത് ഏൽപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിൽ സെക്രട്ടേറിയറ്റിൻ്റെ ഉദ്യോഗസ്ഥനാണ്, രാഷ്ട്രീയ നിയമനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ വന്ന ഒരു ഉദ്യോഗസ്ഥൻ. കണ്ണമ്മൂല എന്ന സ്ഥലത്തിൻ്റെ പേര് വെച്ചാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണും, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല.